എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി. ഹലോ ഗൈസ്, ഞാനെന്ന് എന്റെ അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പണിക്ക് പോകട്ടോ. അച്ഛന്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടാക്കി ഞാൻ വണ്ടി എടുത്ത് ഒരു കാറിന്റെ പാർട്ട് വാങ്ങാൻ വേണ്ടി വന്നേക്കട്ടാ. ദിക്കാണ് കേട്ടോ ഐറ്റം, ഒരു മാരുതി കാറിന്റെ ഗിയർ കേബിൾ ആട്ടോ. അങ്ങനെ തിരിച്ച് അച്ഛന്റെ അടുത്തേക്ക് എത്തിയിട്ടാ. അച്ഛൻ ബില്ല് ചെക്ക് ചെയ്യണട്ടോ ഈ കാണണം. എന്നെ അത്രയ്ക്ക് വിശ്വാസം. പിന്നെ ഇതാട്ടാ നമ്മള് നേരത്തെ പറഞ്ഞ കാർ. പിന്നെ നമ്മുടെ അച്ഛൻ പഴയ കേബിള് മാറ്റിയിട്ട് പുതിയ കേബിള് ഫിക്സ് ചെയ്യാനുള്ള പണികൾ നോക്കിട്ടാ. വണ്ടിയുടെ പഴയ പാർട്ട് ഉണ്ടല്ലോ, അത് അടിയിലും മേലെയായിട്ട് അഴിച്ചിരിക്കണാട്ടെ ഈ കാണണം. പുറത്തെത്തി മടിയിട്ടെങ്കിൽ ഇപ്പൊ പിന്നെ ഉള്ളിലത്തേട്ടാ. ഈ മെക്കാനിക് പണി ഉണ്ടല്ലോ, അത് അത്ര എളുപ്പമല്ലാട്ടോ. കാരണം ഞാൻ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോ ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ പണികളാണ്, പക്ഷെ അത് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങളിപ്പോ കണ്ടില്ലേ. ഏറ്റവും ബുദ്ധിമുട്ട് കാറിന്റെ എഞ്ചിൻ അയച്ചെടുക്കുന്ന പരിപാടിയാട്ടോ. രണ്ടാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് അത് ഒരിക്കലും പറ്റില്ല. അത്രയ്ക്ക് ഭാരമാണ് അതിന്റെ എഞ്ചിൻ. പക്ഷെ അച്ഛൻ ചില സമയത്ത് സ്പെഷ്യൽ ടൂൾസ് വെച്ച് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യൂട്ടാ. അങ്ങനെ പണി കഴിഞ്ഞ് ഞാനും മമ്മിയും കൂടി ഒരു സ്ഥലം വരെ പോയിട്ടാ. തിരിച്ചു വരുന്ന വഴി ഞാനും മമ്മി ഒരു ബേക്കറി കയറിയതല്ല, ഞാൻ പറഞ്ഞു കയറ്റിപ്പിച്ചതാ. സാധനങ്ങൾ വാങ്ങി പോണ സമയത്ത് അമ്മയുടെ ഡയലോഗ്. ഫുഡ് കഴിക്കാനൊന്നും വെയിറ്റ് ചെയ്തില്ല കേട്ടോ. ഞാൻ അപ്പൊ തന്നെ പൊട്ടിച്ചു കഴിച്ചു. അൻസറിന്റെ ലേശം കൂടുതലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാ ഫോളോ ചെയ്യാൻ മറക്കല്ല കേട്ടോ.